സമാധിയായി 211 കോടി രൂപ സമാധിയായി. എവിടെ? കോട്ടയം നഗരസഭയിൽ. കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപ കാണാനില്ലെന്ന്. ഇതിനു മുമ്പ് 2.5 കോടി രൂപ പെൻഷൻ പൈസയും സമാധിയായിരുന്നു. അത് ശരി. ഇതൊക്കെ എങ്ങനെ സമാധിയായെന്നും ഒന്നും അറിയത്തില്ല, എങ്ങനെ പോയെന്നും അറിയത്തില്ല. പിന്നെ അതേ തന്നെ 1 വർഷം മുമ്പ് നമ്മുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് ജയിലിലിട്ടായിരുന്നു. അതിനുശേഷം ഈ ആലപ്പുഴ SP ഓഫീസിലോട്ടൊരു ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടി മാർച്ച് നടത്തി. മാർച്ചിൽ തന്നെ മാർച്ചല്ല, മാർച്ച് പ്രതിഷേധ മാർച്ച്. ആ മാർച്ചിൽ ജില്ലാ സെക്രട്ടറി മേഘാ രഞ്ജിത്തിന് അപകടമൊക്കെ പറ്റിയെന്ന് വെച്ചാൽ ഈ മാർച്ചിൽ ഇങ്ങനെ പറ്റുമല്ലോ, പോലീസ് അത് കൊണ്ട് പറ്റുമല്ലോ. അങ്ങനെ അപകടമൊക്കെ പറ്റി അവര് ചികിത്സയിൽ പോയി, ഹോസ്പിറ്റലൊക്കെ ആയി. ഈ ഹോസ്പിറ്റലായ സമയത്ത് ഇവരൊരു ചികിത്സാ സഹായം പിരിവിട്ട് നടത്തി. അതിനുണ്ടോ സഹായം? പിന്നെ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലേ. അപ്പം അങ്ങനെ 8 ലക്ഷം രൂപ ഇവരെ കണ്ട് പിരിച്ചെടുത്ത്. അതെന്തൊരു മർദ്ദനമായിരുന്നു അത്. അത് വല്ലാത്ത മർദ്ദനോ. അങ്ങനെ ഇവർക്ക് സഹായമൊക്കെ ചെയ്ത്, കുറച്ച് സഹായമൊക്കെ ചെയ്ത്. പക്ഷേ ഇത്രയൊരു പ്രശ്നമുണ്ടോ, ഇപ്പൊ ഹരിതാ ബാബു എന്ന് പറഞ്ഞ കോൺഗ്രസിലെ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞ് മൊത്തം 8 ലക്ഷം രൂപ പിരിവിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. 8 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ മേഘാ രഞ്ജിത്തുണ്ടല്ലോ 8 ലക്ഷം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത്. പിന്നെ 8 ലക്ഷം കൊണ്ട് പോയി. അതും സമാധിയായി. നാട്ടുകാരുടെ പൈസ മേടിച്ച് പിരിവ് നടത്തി. ഇനിയിപ്പോ നാട്ടുകാരുടെ ആയിരിക്കത്തില്ല മേടിച്ച, സ്വന്തം പാർട്ടിക്കാർ തന്നെ പിരിവ് നടത്തിയതായിരിക്കും. എങ്കിലും പൈസ മേടിച്ച് ഈ പൈസയിലെ എങ്ങോട്ട് പോയി പറ. എങ്ങോട്ട് പോകുന്ന ഇതൊക്കെ? അത് പോട്ടെ, അത് അവർ 8 ലക്ഷം രൂപ സ്വന്തം പാർട്ടിക്കാരുടെ മേടിച്ചെന്ന് പറയാം. 211 കോടി രൂപ എങ്ങോട്ട് സമാധിയായി പോയി കോൺഗ്രസ്സുകാരെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്താ. അതിന് സ്ലാബിലിട്ട് അടച്ചോ? അടച്ച് കാണും.